അമേരിക്കയും ഹമാസും തമ്മിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കരാർ ഉണ്ടാക്കിയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കരാർ വ്യവസ്ഥ പ്രകാരം അമേരിക്കൻ ബന്ദിയായിരിക്കുന്ന ഈദൻ അലക്സാണ്ടറെ മോചിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന വിവരം പുറത്തു വന്നതോടുകൂടി ഇസ്രായേലിൽ ഇത് വലിയ രീതിയിലുള്ള ആകാംക്ഷയും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരിക്കുകയാണ്. അവരുടെ 58ഓളം ബന്ദികളാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെത് ഹമാസിൻ്റെ കൈവശത്തിലുള്ളത്. അവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ യാതൊന്നും സംസാരിക്കാത്തതാണ് പ്രതിഷേധമുണ്ടാവാനുള്ള കാരണമായിട്ട് കണക്കാക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ ബന്ദിയാണ് ഈ പറയപ്പെട്ട ഈഡൻ അലക്സാണ്ടർ എന്ന് പറയുന്നത്. 4ഓളം US ഇസ്രായേലി ഇരട്ട പൗരത്വമുള്ള ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയും ഉണ്ടായതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്നാൽ എന്താണ് കരാർ വ്യവസ്ഥയിൽ പറയുന്നത് എന്നോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ തീരുമാനമാണ് എടുത്തത് എന്നോ ഇതിൽ മധ്യസ്ഥത വഹിച്ചത് ആര് എന്നതിനെക്കുറിച്ചോ വിവരം പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈജിപ്തിൻ്റെ ചില ഇടപെടലുകളും നടപടിക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അവരാണ് ഇവരെ രണ്ടുപേരെയും തമ്മിൽ ബന്ധിപ്പിച്ച് കൊടുത്തത് എന്നുള്ള ഒരു അഭിപ്രായം ചില അറബ് പത്രങ്ങൾ റിപ്പോർട്ടായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിമർശനവും ഇസ്രായേലിൻ്റെ അകത്ത് ഉടനീളം നടക്കുന്നു. അമേരിക്ക നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിന് സമ്മതമില്ലാതെയാണ് അവരുടെ ബന്ദികളെ മോചിപ്പിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഇസ്രായേൽ അത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് സർക്കാരാണ് അതിൻ്റെ ഉത്തരവാദി. തങ്ങളുടെ ബന്ധുക്കൾ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ അവരുടെ മരണമാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് എന്ന തരത്തിലാണ് ചില സമീപനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ബന്ദികളുടെ ബന്ധുക്കൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈജിപ്തിനോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും സംസാരിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈജിപ്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അവർ പറയുന്നത്. എന്നാൽ ഇത് ഔദ്യോഗികമല്ല, ഇതൊരു നാടകത്തിൻ്റെ ഭാഗമാണ്. കാര്യമെന്ന് പറയുന്നത് ഗസയുടെ ഭാഗത്ത് യുദ്ധമുണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ആ പ്രവർത്തനങ്ങൾ അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. ഇപ്പോഴും അക്രമത്തെക്കുറിച്ചും നാശത്തെക്കുറിച്ചും മാത്രമാണ് സംസാരിക്കുന്നത്. അതിൻ്റെ പരിണത ഫലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇസ്രായേലിലെ ജനതകൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി. അപ്പോൾ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലൊന്നും പങ്കെടുത്ത ഒരു പരിചയമൊന്നും ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല. അതുകൊണ്ട് ആയുധങ്ങളുടെ ബലത്തിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുന്നു എന്നല്ലാതെ ആയുധത്തിൻ്റെ കുറവുകളും അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെക്കുകയും ചെയ്യുന്ന സമയത്ത് പരാജയപ്പെടാവുന്ന ഒരു യുദ്ധത്തിൻ്റെ മുഖത്താണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് എന്ന് ഏറെക്കുറെ അവർ തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. നിലവിൽ കരാർ വ്യവസ്ഥകൾ എന്താണ് എന്നുള്ള പല ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് രണ്ട് വിഭാഗവും കൃത്യമായ രീതിയിൽ മറുപടി പറയില്ല. ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് അതിന് കൃത്യമായ മറുപടിയില്ല. അതേപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും മറുപടിയില്ല. എന്നാൽ ബന്ദിയെ മോചിപ്പിക്കാൻ വേണ്ടി തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ചില നിർദ്ദേശങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അത് ഗസയിലുള്ള ഇസ്രായേലിൻ്റെ സൈനികരുടെ പിന്മാറ്റം, റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ മാറിക്കിട്ട് ആ സ്ഥാനത്തേക്ക് ഈജിപ്തിൻ്റെ സൈനികരെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, പിന്നീട് പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടത് ത്വരിതപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എന്നാൽ ചില അറബ് രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സൗദി അറേബ്യയുടെ പേരൊക്കെ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഔദ്യോഗികമല്ല, പരാമർശം മാത്രമാണ്. ചില റിപ്പോർട്ടർമാരുടെ അഭിപ്രായമാവാനും സാധ്യതയുണ്ട് എന്നൊക്കെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഏതായിരുന്നാലും കുറച്ചൊക്കെ മുൻപത്തെ അപേക്ഷിച്ച് കൊണ്ട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് അവശരായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈജിപ്തും ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. മുൻപുള്ള രീതി പോലെയൊന്നുമല്ല. കഠിനമായിരിക്കുന്ന ഭാഷയും പ്രയോഗങ്ങളൊന്നും ഇപ്പോൾ വരുന്നില്ല. വലിയ ആക്രമണ രീതികളിലൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പ്രത്യാക്രമണമാണെങ്കിൽ ഏറെക്കുറെ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് നീണ്ടു പോകുന്നിടത്തോളം കാലം വലിയ ക്ഷീണം തന്നെയാണ് ഇസ്രായേലിനുണ്ടാവുക. അവർ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതികൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ്. സാമ്പത്തികപരമായിരിക്കുന്ന മൂല്യത്തകർച്ച, രാജ്യത്ത് അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നത്, തൊഴിൽ മേഖലയും ടൂറിസം മേഖലയും തകർന്നത്, ലോകരാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നത്, ലോകരാജ്യങ്ങളിലുള്ള ജൂത പൗരന്മാർക്ക് പോലും സുരക്ഷിതത്വം ഇല്ലേ എന്ന് ഭയപ്പാടുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് വിഷയത്തിൻ്റെ മധ്യയാണ് ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത്. അഭിമാനത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുന്നു എന്ന് മാത്രം. എന്നാൽ ഇതൊക്കെ അപമാനമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ
അമേരിക്കൻ ബന്ദിയെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഇത് ഒരു കാരണമായി ഏറ്റെടുത്തുകൊണ്ട് അതിൽ ഇടപെടണം എന്ന് ജൂത പുരോഹിത വിഭാഗങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ച ഇപ്പോൾ ഇസ്രായേൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.